ഹലോ എവരിവൺ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്പർ ലേണിംഗ് ഓഫർ ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചാണ്. ഒരുപാട് ആളുകൾ നമ്മളുടെ വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ ടെലിഗ്രാമിലൂടെയൊക്കെ നിരന്തരം ചോദിക്കുന്നതാണ് എന്തൊക്കെ കോഴ്സുകളാണ് ഐസറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ഞങ്ങളെ സഹായിക്കാനുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ 4 കോഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 കോഴ്സുകൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള കാര്യവും ആൻഡ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കോഴ്സ് ഏതാ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വരുന്നത്. സോ 4 പ്രധാനപ്പെട്ട കോഴ്സുകളാണ് നമുക്കുള്ളത്. ഒന്ന്, ഒരു വർഷം കംപ്ലീറ്റ്ലി നീണ്ടു നിൽക്കുന്ന ഇയർ ലോങ് കോഴ്സ്. രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള 2 കോഴ്സുകളാണ്. ഒന്ന് JEE to ഐസർ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കോഴ്സ്. അപ്പം നിങ്ങൾ ഓൾറെഡി JEEക്ക് വേണ്ടിയിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ വിചാരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കയ്യിലുണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്കൊരു ബയോളജിയുടെ ഐസർ ലെവലിലുള്ള ബയോളജി ആവശ്യമാണ്. എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആവശ്യമാണ്. ആൻഡ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പും ഐസർ കഴിഞ്ഞ കുട്ടികളുടെ അടുത്ത് നിന്നുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെന്റർഷിപ്പും ആവശ്യമാണ് എങ്കിൽ ഈ JEE to ഐസർ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഐസർ ടു നീറ്റ് ടു ഐസർ കോഴ്സ്. നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടായിരിക്കും. ബേസിക് ആയിട്ടുള്ള മാത്സ് തൊട്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ലെവലിലുള്ള മാത്സ് വരെ കവർ ചെയ്യുന്ന മാത്സ് മാത്രമുള്ള ഒരു കോഴ്സാണ് നീറ്റ് ടു ഐസർ കോഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളൊരു നീറ്റ് റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോഴ്സാണ് നീറ്റ് ടു ഐസർ ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ വർഷം ഒക്കെ നമ്മൾ ചെയ്ത കോഴ്സാണ് ഐസറിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു 4 കോഴ്സിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ്. അപ്പൊ നമുക്ക് ഈ ഒരു കോഴ്സിന്റെ ഒരു കമ്പാരിസൺ ചെയ്തു നോക്കാം. ആദ്യം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇയർ ലോങ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് JEE to ഐസർ ആഡ് ഓൺ കോഴ്സ്, ഇത് നീറ്റ് ടു ഐസർ ആഡ് ഓൺ കോഴ്സ് ആൻഡ് ഇത് നമ്മുടെ ക്രാഷ് കോഴ്സ്. സോ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഡ്യൂറേഷൻ, ഇയർ ലോങ് കോഴ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ആൻഡ് JEE to ഐസർ ആഡ് ഓൺ കോഴ്സ് ആണെങ്കിലും നീറ്റ് ടു ഐസർ ആഡ് ഓൺ കോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡ്യൂറേഷൻ വരുന്നത് നമ്മളൊരു ജനുവരിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എക്സാം വരെയുള്ള ഡ്യൂറേഷൻ ആണ് വരുന്നത്. അതായത് അപ്രോക്സിമേറ്റ്ലി 5 months ഡ്യൂറേഷൻ ആണ് വരിക. ആൻഡ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു സൂപ്പർ റിവിഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ 50 days ഒരു ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം ആണ് നമ്മുടെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഇത് ആർക്കൊക്കെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഈ 4 കോഴ്സുകൾ ആരെയാണ് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇയർ ലോങ് കോഴ്സ് വരുന്നത് ഐസറിന് വേണ്ടി മാത്രം ഇരുന്ന് ഒരു വർഷം കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്യുന്ന, ഐസറിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആൻഡ് +2 പഠിക്കുന്ന സ്റ്റുഡൻസ്, ഡയറക്ട്ലി റിപ്പീറ്റ് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത +2ന്റെ കൂടെ തന്നെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഐസർ ക്ലിയർ ചെയ്യണം എന്ന് വിചാരിക്കുന്ന +2 സ്റ്റുഡൻസുമാണ് നമ്മൾ ഇന്റന്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത്. JEE to ഐസർ ഈ ഒരു കോഴ്സ് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു വർഷമായിട്ട് JEEക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ്, JEEയുടെ എക്സാമിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഐസറും കൂടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അടിപൊളിയായിട്ട് കയ്യിലുണ്ട്. ആൻഡ് ഒരു ഐസർ ലെവല് ബയോളജി നിങ്ങൾക്ക് പഠിച്ചെടുക്കണം. അതിന് നിങ്ങളുടെ മുന്നിൽ ഏകദേശം 5 മാസമുണ്ട്. അങ്ങനെയുള്ള ഒരു JEE റിപ്പീറ്റർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് JEE to ഐസർ ആഡ് ഓൺ കോഴ്സ് എന്ന് പറയുന്നത്. സോ JEE റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ്. സിമിലർലി നിങ്ങളൊരു നീറ്റ് റിപ്പീറ്റർ ആണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീറ്റ് ടു ഐസർ ആഡ് ഓൺ കോഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടി വരിക? മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അത് ബേസിക് ആയിട്ടുള്ള ലെവല് തൊട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് വേണ്ട ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ട ലെവല് മാത്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ആയിരിക്കും നീറ്റ് ടു ഐസർ
ആഡ് ഓൺ കോഴ്സ്. ഇനി ക്രാഷ് കോഴ്സ് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു ഐസറിന് വേണ്ടി മാത്രം സെൽഫ് സ്റ്റഡി നടത്തി റിപ്പീറ്റ് ചെയ്ത ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ജെഇക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് ജെഇ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ഒരു സൂപ്പർ ഫാസ്റ്റ് റിവിഷൻ, ഒരു ഐസറിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് റിവിഷന് വേണ്ടി വന്നിരിക്കുന്ന ആളായിക്കോട്ടെ. സിമിലർലി നീറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സൂപ്പർ ഫാസ്റ്റ് റിവിഷന് വേണ്ടി വന്നിരിക്കുന്ന ആളായിക്കോട്ടെ. അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഒരു കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് റിവൈസ് ചെയ്ത് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ സീരിയസ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു കോഴ്സാണ് ക്രാഷ് കോഴ്സ്. അപ്പൊ ഏത് റിപ്പീറ്ററും ആയിക്കോട്ടെ, പ്ലസ് ടു സ്റ്റുഡന്റ്, അതായത് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡന്റിനും വേണ്ടിയിട്ടുള്ളതാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ക്ലാസ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് കവർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഇയർ ലോങ് കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ഇനി നോക്ക്, നീറ്റ് ജെഇ ടു ഐസർ ആയിട്ടുള്ള ഒരു ആഡ് ഓൺ കോഴ്സ് എടുക്കുന്ന ആൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് വേണ്ടി വരിക? സ്വാഭാവികമായിട്ടും ബയോളജിയാണ് വേണ്ടി വരിക. സോ ബയോളജിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ്. ബയോളജി മാത്രമാണ് ആ ഒരു കോഴ്സിൽ ഉണ്ടായിരിക്കുക. എന്റെ നീറ്റ് ടു ഐസർ ആണെങ്കിലോ നിങ്ങൾക്ക് വേണ്ടത് മാത്സ് അല്ലേ? നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് ആണ് നമ്മൾ തരുന്നത്. ഓക്കെ. ഇനി ക്രാഷ് ആണെങ്കിലോ, ക്രാഷ് ആണെങ്കിൽ 4 സബ്ജക്റ്റ് ഒരുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു 50 ദിവസത്തെ കോച്ചിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഏതൊക്കെയാണ് എങ്ങനെയാണ് ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ എന്ന് ചോദിച്ചാൽ, ഇയർ ലോങ് കോഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്കോർഡഡ് സെഷൻസും പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസും അതുപോലെ തന്നെ ലൈവ് ഡിസ്കഷൻസും കൂടെ ഉണ്ടായിരിക്കും. ആൻഡ് ജെഇ ടു ഐസറോ നീറ്റ് ടു ഐസറോ ആയിട്ടുള്ള ആഡ് ഓൺ കോഴ്സ് ആണ് എങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ കണ്ട് പഠിക്കേണ്ടത്. ഓക്കെ. ഇനി ക്രാഷ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഇനി പേഴ്സണൽ മെന്റർഷിപ്പിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇയർ ലോങ് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജെഇ ടു ഐസർ ആയിട്ടുള്ള ആഡ് ഓൺ ആയിക്കോട്ടെ, നീറ്റ് ടു ഐസർ ആയിട്ടുള്ള ആഡ് ഓൺ ആയിക്കോട്ടെ, ക്രാഷ് കോഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് എല്ലാ കോഴ്സുകളിലും പ്രൊവൈഡ് ചെയ്യും. ആരാണ് നിങ്ങൾക്ക് പേഴ്സണൽ മെന്റർഷിപ്പ് തരുന്നത്? നിങ്ങളുടേതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്രാക്ക് ചെയ്ത് ഇപ്പൊ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ പേഴ്സണൽ മെന്റർഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണ് പേഴ്സണൽ മെന്റർഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെന്റർ. ഏത് ചാപ്റ്റർ പഠിക്കണം, ഏത് ചാപ്റ്റർ പഠിക്കാൻ പാടില്ല, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചിട്ടുള്ളത്, ഞാൻ ബയോളജി പഠിക്കേണ്ടതുണ്ടോ, ഈ 50 ദിവസം കൊണ്ട് എനിക്ക് ബയോളജിയുടെ ഏത് ചാപ്റ്റർ ആണ് പഠിക്കാൻ പറ്റുക, ഇതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് വേണ്ടി ഒരു പേഴ്സണൽ ആയിട്ടുള്ള ടൈം ടേബിൾ ബിൽഡ് ചെയ്യുന്നത് തൊട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മെന്റർ ആയിരിക്കും. അത് നമ്മൾ എല്ലാ കോഴ്സിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി അടുത്തത് സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ നോട്ടുകൾ നമ്മൾ ഏതൊക്കെ കോഴ്സിന്റെ കൂടെ കൊടുക്കും എന്ന് ചോദിച്ചാൽ, എല്ലാ കോഴ്സിന്റെയും കൂടെ നമ്മൾ ക്ലാസിന്റെ നോട്ടുകൾ, ഈ നോട്ടുകൾ കൊടുക്കും. അതുപോലെ തന്നെ ഇയർ ലോങ് കോഴ്സിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഐസറിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ചോദ്യങ്ങൾ അടങ്ങുന്ന മെറ്റീരിയൽസ് ഇയർ ലോങ് കോഴ്സിന്റെ കൂടെ കൊടുക്കും. അതുപോലെ തന്നെ ഈ നോട്ടുകൾ നമ്മൾ ക്രാഷ് കോഴ്സിനും എല്ലാം ഈ നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മോക്ക് ടെസ്റ്റിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അല്ലെ? അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം അതേപോലെ തന്നെ അതേ മോണിറ്ററിൽ കണ്ട് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്തു നോക്കുന്ന അതേ സെയിം സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ഇരുന്ന് ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ഐസറിന്റെ അലൂമിനെയും ചേർന്ന് ഉണ്ടാക്കിയ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾ എവിടെയും കാണാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട്. അത് നമ്മൾ പബ്ലിക് ആയിട്ടും അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സ് എടുക്കുന്ന ഈ 4 കോഴ്സ് എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ആ മോക്ക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ അവസാനത്തെ സമയത്ത് ആക്സസിബിൾ ആയിട്ടുണ്ടായിരിക്കും. ഇനി ഷെഡ്യൂൾ ഫ്ലെക്സിബിലിറ്റി ഈ കോഴ്സുകളുടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ലോങ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഫ്ലെക്സിബിൾ ആണ്. കാരണം റെക്കോർഡഡ് ക്ലാസ് ഉണ്ട് ആൻഡ് വീക്ക്ലി ആയിട്ട് ലൈവ് സെഷൻസും ഉണ്ട്. അപ്പൊ ലൈവ് സെഷൻസ് ഫ്ലെക്സിബിൾ അല്ല എങ്കിലും ഫിക്സ്ഡ് ആണ് എങ്കിലും റെക്കോർഡഡ് ക്ലാസ് ഉള്ളതുകൊണ്ട് ഒരു പരിധി വരെ ഫ്ലെക്സിബിൾ ആണ്. ഇനി നമ്മളുടെ ജെഇ ടു നീറ്റ് അല്ലെങ്കിൽ ജെഇ ടു ഐസർ അല്ലെങ്കിൽ നീറ്റ് ടു ഐസർ ആഡ് ഓൺ കോഴ്സുകൾക്ക് റെക്കോർഡഡ് സെഷൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനി ടൈം നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളുടെ മെന്റർഷിപ്പിലൂടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം എല്ലാ വീക്ക്ലി എക്സാമിലും 4 സബ്ജക്റ്റും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും. അപ്പൊ ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ നിങ്ങളൊരു ട്രാക്കിൽ നിലനിർത്തുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്.
പക്ഷേ ക്രാഷ് കോഴ്സിലേക്ക് വരികയാണെങ്കിൽ ലൈവ് സെഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ടൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ പ്രകാരമായിരിക്കും ക്ലാസ്സുകൾ. മോർണിംഗിലും കുറച്ച് സമയം ക്ലാസ് ഉണ്ടായിരിക്കും, ഈവനിങ്സിലും കുറച്ച് സമയം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ക്രാഷ് കോഴ്സ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ മീൻസ് ലൈവ് ക്ലാസ് ആയതുകൊണ്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ്. പക്ഷെ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കി, കണ്ണിനുള്ള സ്ട്രെയിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഫൈനലി കോഴ്സുകളുടെ പ്രൈസ് ആണ്. നമുക്ക് ഇയർ ലോങ് കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 27,990 രൂപയാണ്. ഇനി ആഡ് ഓൺ കോഴ്സുകളാണ് എങ്കിൽ 5 മാസത്തേക്ക് വരുന്നത് 10,990 രൂപയാണ്. ആൻഡ് ക്രാഷ് കോഴ്സിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 5,990 രൂപയാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്, നമ്മൾ ഓഫർ ചെയ്യുന്ന ക്രിസ്പർ ലേണിംഗ് എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഐസർ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന 4 ഡിഫറെന്റ് കോഴ്സുകൾ നിങ്ങൾ പരിചയപ്പെടുത്താന്നാണ്. ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചാണ്. ഇനി ഐസർ പോലെ തന്നെ നൈസറിന്റെ മോക്ക് ടെസ്റ്റുകളും നൈസറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മുടെ വെബ്സൈറ്റിലും അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ കൂടെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നൈസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ്ങും കൂടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഗ്രൗണ്ട് വർക്കിലാണ് നമ്മൾ. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IISc വേണ്ടിയിട്ടുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ നൈസറിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് എക്സാം, ഐസറിന് വേണ്ടിയിട്ടുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ 2 എക്സാമിന് 3 ടോപ്പ് ആയിട്ടുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് പോകാനുള്ള 2 എക്സാമിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ക്രിസ്പർ ലേണിംഗ്. സോ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലും. ഇനി ഡയറക്റ്റ് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പ് നമ്പറിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് ഈ കോഴ്സുകൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇയർ ലോങ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഓഗസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഇനി ആഡ് ഓൺ കോഴ്സുകൾ ഏകദേശം ജനുവരി എൻഡോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഈ കോഴ്സുകളിലേക്കുള്ള ഈ 3 കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇയർ ലോങ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ആഡ് ഓൺ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ജനുവരി എൻഡോട് കൂടിയിട്ടായിരിക്കും. അതിലേക്കുള്ള രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ക്രാഷ് കോഴ്സ് നടക്കാൻ പോകുന്നത് ഏകദേശം മാർച്ച് എൻഡോട് കൂടിയിട്ടാണ്. ആൻഡ് ക്രാഷ് കോഴ്സിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പൊ ഇതുവരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം ജനുവരി ഫെബ്രുവരി ആവുന്ന ആ ഒരു സമയത്ത് നമ്മൾ അതിലേക്കുള്ള രജിസ്ട്രേഷനും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്ന് ചോദിച്ചാൽ www.crisperlearning.com കോഴ്സസ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ പോയാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏതാണ് കോഴ്സ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യുക. സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IIScയിലോ നൈസറിലോ ഐസറിലോ ഒക്കെ കാണാൻ പറ്റട്ടെ എന്നുള്ള ആശംസയോട് കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇതുപോലെയുള്ള സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സഹായിക്കുന്ന തരത്തിലുള്ള വീഡിയോസുമായിട്ട്, ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.